മലയാളികൾക്ക് പ്രിയപ്പെട്ട ഒരു മോഹൻലാൽ കഥാപാത്രമാണ് ആടുതോമ. സിനിമയിൽ തോമായുടെ ചട്ടമ്പിത്തരങ്ങൾ പറയുന്നതിന് ഇടയിൽ വച്ചാണ് അയാളുടെ കുട്ടിക്കാലത്തെക്കുറിച്ച് നാം കേൾക്കുന്നത്. വളരെ പരിമിതമായ ജീവിത സാഹചര്യത്തിനിടയിൽ നിന്നുകൊണ്ട് വിസ്മയിപ്പിക്കും വിധത്തിലുള്ള കണ്ടുപിടുത്തങ്ങൾ ആ കുട്ടി നടത്തുന്നുണ്ട്. പരിശീലനവും പ്രോത്സാഹനവും കിട്ടുകയാണെങ്കിൽ ഒരു ശാസ്ത്രജ്ഞനാവാനുള്ള സാധ്യതകൾ അവനുണ്ടായിരുന്നു. പക്ഷേ കണക്കിലാണ് ഭൂമി നിലനിൽക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന ചാക്കോ മാഷിന് അതൊക്കെ ശിക്ഷിക്കപ്പെടേണ്ട സ്വഭാവ വൈകല്യങ്ങളായിരുന്നു. ആ കുട്ടി ജീവിതത്തിൽ ഒന്നും ആവാതെ പോയത് അവൻ്റെ സാധ്യതകൾ തിരിച്ചറിയാൻ കഴിയാതെ പോയ ഒരപ്പൻ കാരണമായിരുന്നു. സ്വന്തം ചിന്തകളുടെ തടവുകാരനായ ഒരാൾക്ക് മറ്റൊരാളുടെ സാധ്യതകളെ തിരിച്ചറിയാൻ കഴിയണമെന്നില്ല. അവർ തങ്ങളുടെ അജ്ഞത കൊണ്ട് കൂടെയുള്ളവരുടെ ജീവിതത്തിൻ്റെ ആകാശത്തെ ചെറുതാക്കി കളയുകയും ചെയ്യും. സുവിശേഷത്തിൽ പത്രോസിനെ അങ്ങനെയൊരു സാഹചര്യത്തിലാണ് നാം ഇന്ന് കണ്ടുമുട്ടുന്നത്. സുവിശേഷ സന്ദർഭം ഇങ്ങനെയാണ്: തനിക്ക് സംഭവിക്കാനിരിക്കുന്ന പീഡകളെയും മരണത്തെയും കുറിച്ച് യേശു ശിഷ്യന്മാരോട് പറഞ്ഞപ്പോൾ അത് സംഭവിക്കാതിരിക്കട്ടെ എന്ന അർത്ഥത്തിൽ പത്രോസ് തടസ്സം പറയുന്നുണ്ട്. പത്രോസിൻ്റെ വാക്കുകൾ കേട്ട യേശു, സാത്താനെ, നീ എൻ്റെ മുമ്പിൽ നിന്ന് പോകൂ, നിൻ്റെ ചിന്ത ദൈവികമല്ല മാനുഷികമാണ് എന്ന് പറഞ്ഞ് പത്രോസിനെ ശകാരിക്കുന്നതാണ് സന്ദർഭം. അതുമായി ബന്ധപ്പെട്ട ഒരു 3 ചിന്തകൾ ഇവിടെ പങ്കുവയ്ക്കുകയാണ്. ഒന്നാമത്തേത് പ്രലോഭകനെ തിരിച്ചറിയുക എന്നതാണ്. കരുതലും സ്നേഹവുമുള്ള ഏതൊരാളും പറയാനിടയുള്ള വാക്കുകളാണ് പത്രോസ് പറഞ്ഞത് എന്നിരിക്കെ എന്തുകൊണ്ടാവും യേശു കടുത്ത വാക്കുകൾ കൊണ്ട് അയാളെ ശാസിച്ചത്? പത്രോസിൻ്റെ നാവിലൂടെ യേശു കേട്ടത് കുറുക്കുവഴി തേടാൻ മരുഭൂമിയിൽ വെച്ച് തന്നെ ഉപദേശിച്ചതിന് ശേഷം തന്നിൽ നിന്ന് അകന്നുപോയ പ്രലോഭകൻ്റെ സ്വരമായിരുന്നു എന്നതാണ് കാരണം. അത് യേശു നേരിട്ട പ്രലോഭനത്തിൻ്റെ 2ാം ഘട്ടമായിരുന്നു. പിതാവിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ യേശുവിന് വളരെ സ്വാഭാവികമായി എത്തിപ്പെടേണ്ടി വരുന്ന ഇടമാണ് സഹനവും മരണവും. അതൊഴിവാക്കുക എന്നാൽ പിതാവിൻ്റെ ഇഷ്ടങ്ങൾക്ക് വിരുദ്ധമായി ജീവിക്കുക എന്നാണ് അർത്ഥം. യോനാ പ്രവാചകനൊക്കെ ചെയ്തതുപോലെ വിളിക്കപ്പെട്ട ഇടത്തിൻ്റെ എതിർദിശയിലേക്ക് സഞ്ചരിക്കാനുള്ള പ്രേരണയാണത്. അറിയാതെയാണെങ്കിലും സാത്താൻ്റെ നാവായി മാറിക്കൊണ്ട് പത്രോസ് യേശുവിനെ ആനയിക്കാൻ ശ്രമിച്ചത് അതിലേക്കായിരുന്നു. ഏറ്റവും അരികിൽ നിൽക്കുന്നവരിലൂടെയും പ്രലോഭകൻ സംസാരിക്കുകയും ജീവിതത്തിൻ്റെ നിയോഗ വഴിയിലേക്ക് പ്രവേശിക്കുന്നതിൽ നിന്ന് തടയുകയും ചെയ്യാമെന്ന ഒരു ഓർമ്മപ്പെടുത്തൽ ഇവിടെയുണ്ട്. അതുകൊണ്ട് ആരിലും എവിടെയും ഒരു പ്രലോഭകനെ പ്രതീക്ഷിക്കണം. 2ാമത്തെ ചിന്ത ജീവിതം പരിമിതപ്പെട്ടു പോകാൻ ഇടയുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലാണ്. സ്നേഹാധിക്യം കൊണ്ടോ സ്വാർത്ഥത കൊണ്ടോ പത്രോസ് തൻ്റെ വാക്കുകളാൽ യേശുവിൻ്റെ ചിറക് കെട്ടുകയായിരുന്നു എന്ന് പറയാം. കാരണം യേശുവെന്ന പക്ഷി കണ്ടെത്തിയ പരമാവധി സാധ്യത എന്നത് തൻ്റെ പിതാവിൻ്റെ സന്നിധി എന്ന കൂടാണ്. ആ മഹത്വത്തിലേക്ക് കടക്കാൻ യേശുവിന് കുരിശിൻ്റെ വഴിയിലൂടെ നടക്കണമായിരുന്നു എന്ന് മാത്രം. കുരിശിൻ്റെ ഭാരത്തെക്കുറിച്ചുള്ള ഭയത്തെക്കാളും അതിലൂടെ നടന്നെത്താവുന്ന പിതാവിൻ്റെ സന്നിധിയായിരുന്നു യേശുവിൻ്റെ ശ്രദ്ധ. എന്നാൽ പത്രോസ് പറഞ്ഞതനുസരിച്ച് പീഡകളെ പേടിച്ച് പിന്മാറുമ്പോൾ യേശു തൻ്റെ സാധ്യതകളിലേക്ക് എത്തിപ്പെടാതെ പോവുകയാണ്. അങ്ങനെ ഒരു സാധാരണ ജീവിതത്തിലേക്ക് ചുരുങ്ങാനാണ് പത്രോസിലൂടെ യേശു പ്രലോഭിപ്പിക്കപ്പെട്ടത്. അതുകൊണ്ട് ചിലപ്പോൾ സ്നേഹത്തെയും സംശയിക്കുകയും ഭയക്കുകയും ചെയ്യേണ്ടി വരും എന്ന് പറയാൻ തോന്നുന്നു. കാരണം സ്നേഹവും കരുതലും കൊണ്ട് പറഞ്ഞത് എന്ന് തോന്നുന്ന വാക്കുകളിൽ പോലും ജീവിതത്തിൻ്റെ വെളിച്ചം കെടുത്തിക്കളയാനുള്ള ഇരുട്ട് ഒളിച്ചു വച്ചിട്ടുണ്ടാകാം. ഈ സന്ദർഭത്തിൽ നിന്നുകൊണ്ട് നോക്കുമ്പോഴാണ് അമ്മ മറിയത്തിൻ്റെ മഹത്വം അധികമായി വെളിപ്പെടുന്നത്. യേശു പറയുന്നതും പ്രവർത്തിക്കുന്നതുമൊന്നും മനസ്സിലായില്ലെങ്കിലും പലതും തൻ്റെ മനസ്സിനെ വേദനിപ്പിച്ചിട്ടും മറിയം യേശുവിൻ്റെ വഴിയിൽ തടസ്സം നിന്നില്ല, ഒന്നിനെയും ചോദ്യം ചെയ്തില്ല. അതിനൊക്കെ എന്തൊക്കെയോ ദൈവികമായ കാരണങ്ങളുണ്ടാവാം എന്ന് മാത്രം അവൾ ചിന്തിച്ചിരിക്കാം. എങ്ങനെയാണെങ്കിലും
യേശുവിനെ അവനായിരിക്കാൻ അനുവദിച്ചുകൊണ്ടുകൂടിയാണ് മറിയം യേശുവിൻ്റെ രക്ഷണകൃത്യത്തിൽ പങ്കുപറ്റിയത്. മറിയത്തെപ്പോലെ ഉയർന്ന് ചിന്തിക്കാനായില്ല എന്നതുകൊണ്ടും മഹത്വത്തിലേക്കുള്ള യേശുവിൻ്റെ വഴിയിൽ വിഘാതമായി എന്നതുകൊണ്ടുമാണ് പത്രോസിനെ നമുക്ക് കുറ്റപ്പെടുത്തേണ്ടി വരുന്നത്. മൂന്നാമത്തെ ചിന്ത ഉപദേശം ഒരു പ്രലോഭനമാണ് എന്നതാണ്. ഉപദേശിക്കാനുള്ള യോഗ്യതയെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു ക്ഷണവും ഈ സുവിശേഷം നമുക്ക് തരുന്നുണ്ട്. സകലതിനെക്കുറിച്ചും അഭിപ്രായം പറയാനും സകലരെയും ഉപദേശിക്കാനും പ്രേരണയുള്ളവരാണ് നമ്മൾ. അതുപോലെ പത്രോസ് യേശുവിന് നൽകിയതും ഉപദേശം തന്നെയായിരുന്നു. പക്ഷേ അത് യേശുവിന് നന്മ സമ്മാനിക്കുന്നതായിരുന്നില്ല എന്ന് മാത്രം. താൻ നടക്കേണ്ട വഴികളെക്കുറിച്ച് യേശുവിന് ധാരണയില്ലായിരുന്നെങ്കിൽ പത്രോസിൻ്റെ വാക്കുകളാൽ അവൻ വഴിതെറ്റിക്കപ്പെടുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഉപദേശം നൽകാനും ദൈവികമായ വരപ്രസാദം ആവശ്യമുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. ഒപ്പം തന്നെ ഏറ്റവും പ്രിയപ്പെട്ടവർ സ്നേഹത്തിൻ്റെ പേരിൽ പറഞ്ഞതാണെങ്കിലും അത് നന്മയിലേക്ക് നയിക്കുന്ന വഴിയാവണമെന്നില്ല എന്നതും ഒരു വാസ്തവം തന്നെയാണ്. അതുകൊണ്ട് അവർ പറഞ്ഞതൊക്കെയും അതുപോലെ സ്വീകരിക്കണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ആരോട് ചോദിക്കും എന്നൊരു ചോദ്യം സ്വാഭാവികമായും ഉയരും. അതുകൂടി പറഞ്ഞ് ഈ ഒരു വിചാരം നമുക്ക് അവസാനിപ്പിക്കാം. ജീവിതത്തിലെ ഗൗരവതരമായ തീരുമാനം എടുക്കും മുമ്പ്, അതിനെപ്പറ്റി മറ്റൊരാളോട് അഭിപ്രായം പറയും മുമ്പ് ചെയ്യാവുന്ന 2 കാര്യങ്ങളുണ്ട്. എൻ്റെ വാക്കുകൾ വഴിതെറ്റിക്കലാവരുതേ എന്ന് പ്രാർത്ഥിക്കുന്നതാണ് ഒന്നാമത്തേത്. ഈശോയെ, അവരൊക്കെ പറഞ്ഞത് ഞാൻ കേട്ടു, ഇതിനെക്കുറിച്ച് നിനക്കെന്താണ് അഭിപ്രായം എന്നൊരു ചോദ്യം ചോദിച്ചിട്ട് മൗനമായി ദൈവസന്നിധിയിൽ ഇരിക്കുന്നതാണ് രണ്ടാമത്തേത്. അപ്പോൾ അന്ധരായ വഴികാട്ടികളുടെ കൈപിടിച്ചു നടന്ന് അപകടത്തിൽപ്പെടുന്ന അവസ്ഥ ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, എൻ്റെ തീരുമാനങ്ങളിലേക്ക് ദൈവത്തെ ഇറക്കിക്കൊണ്ടുവരാൻ ശ്രമിക്കാതെ ദൈവഹിതങ്ങളിലേക്ക് എന്നെ തന്നെ ഉയർത്താനുള്ള ബലം നമ്മിൽ ഉണരുകയും ചെയ്യും. എന്നെക്കുറിച്ച് ഏറ്റവും നല്ല സ്വപ്നം കാണുന്നവനെ നമുക്ക് കേൾക്കാനും കഴിയും. പ്രാർത്ഥിക്കാം. ഈശോയെ, നിന്നോട് ചോദിക്കാനും നിന്നെ കേൾക്കാനും എനിക്ക് തോന്നട്ടെ. ആമേൻ. സ്തുതിയായിരിക്കട്ടെ.